സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ, ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും? എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ പ്രതികരണത്തിൽ നിയമത്ത് LDF പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണയും LDF-നായിരുന്നു നിയമത്തെ SDPയുടെ പിന്തുണ. പക്ഷേ CPIM-ഉം നിയമത്തെ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിന്തുണ നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു പിന്തുണ ആവശ്യമോ സ്ഥാനാർത്ഥിയെന്ന് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി നിലയ്ക്കോ നൽകിയിട്ടുണ്ടോ? തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണത്. ഞങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതല്ലാതെ ഞങ്ങളെ LDF-ന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേയില്ല. അത് ശിവൻകുട്ടിയുടെ കാര്യത്തിലും അദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രത്യേക സാഹചര്യവും കൂടി നമ്മൾ കാണണം. അവിടെ BJP-ക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യമാണ് 2016 കോൺഗ്രസ് ഒരുക്കിയത്. സാധാരണഗതിയിൽ BJP ജയിച്ചു വരേണ്ട മണ്ഡലമായിരുന്നില്ല അത്. പക്ഷേ BJP ജയിച്ചു വന്നു. BJP-ക്ക് വലിയ സന്തോഷം. അത് അന്ന് ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി വന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളത് 2021 ആ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJP രാജ്യത്ത് സ്വീകരിക്കുന്ന നിലയുണ്ട്, ഇവിടെ സ്വീകരിക്കുന്ന നിലയുണ്ട്. BJP ജയിച്ചുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമുണ്ട്. BJP-യെ ഞങ്ങൾ ശക്തമായി നേരിടുന്നു വന്നപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത, ഞങ്ങളുമായി സഹകരിക്കാത്ത ചില ആളുകൾ BJP-യെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നാം കാണേണ്ട കാര്യം. എന്തിനാണത്? BJP ഇവിടെ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന അത്തരം ആളുകൾ BJP-യെ പരാജയപ്പെടുത്താൻ LDF-ആണ് ശരിയായ രീതിയിൽ മുന്നിട്ടിറങ്ങിയത് എന്ന് കാണുമ്പോൾ LDF-നെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. അതേതെങ്കിലും ഒരു കരാറിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ധാരണയുടെ ഭാഗമല്ല. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സ്വീകരിച്ച നിലയിൽ ഏതെങ്കിലും വർഗീയതയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബാന്ധവം ഉണ്ടാക്കിയോ? വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഫലമാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടായി നിലനിൽക്കുന്നത്. അപ്പോൾ അതിനിടയാക്കിയത് LDF-ൻ്റെ ശുദ്ധമായ
വർഗീയ വിരുദ്ധ നിലപാടാണ്. ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല.